ഇറാനുമായുള്ള കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ പത്രം ദ ടെഹ്റാൻ ടൈംസ് ഒന്നാം പേജിലാണ് മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇറാൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന ഏതൊരു US സൈനികനെയും ശവപ്പെട്ടിക്കുള്ളിൽ മാത്രമേ ഇവിടുന്ന് പോകാൻ സാധിക്കൂവെന്നും നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോട് കൂടിയാണ് ഈ മുന്നറിയിപ്പ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഉയരുകയാണ്. കാരണം അമേരിക്കയെ കൂടുതൽ പ്രകോപനത്തിലാക്കുന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതാകട്ടെ ഇറാൻ സ്വയം അവർക്കുള്ള ശവക്കുഴി തോണ്ടുന്നതിന്റെ ഒരു വിലയിരുത്തലായി തന്നെ പുറത്തു വരികയാണ്. മാത്രമല്ല കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കാൻ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കടന്നാൽ പിന്നെ ഇറാന് മരണമല്ലാതെ അതിൽ കൂടുതൽ മറ്റൊരു ശിക്ഷയും അവിടെ ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. ഇറാനിൽ കരസേന നടപടിക്ക് വാഷിംഗ്ടൺ തയ്യാറെടുക്കുന്ന എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ നീക്കം ഇപ്പോൾ കൂടുതൽ ആക്കം കൂട്ടുകയാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ടെഹ്റാൻ വാഷിംഗ്ടണുമായി തന്നെ സമാധാന ചർച്ചകളിൽ ഏർപ്പെടുമെന്ന് ഇവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധ്യതയുള്ള സൈനിക വിന്യാസം ഈ മേഖലയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിൽ വലിയ വർധനവിന് കാരണമായേക്കാനും സാധ്യതകൾ ഏറെയാണ്. അതേപോലെ തന്നെ ഫെബ്രുവരി 28-ന് ഇറാനിൽ US-ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം യുദ്ധത്തിലായ മധ്യേഷ്യയിൽ ട്രംപിന് കൂടുതൽ സൈനിക ഓപ്പറേഷനുകൾ നൽകുന്നതിനാണ് ആ അധിക സൈനികരെ ക്ഷണിച്ചിരിക്കുന്നതെന്നതായിരുന്നു ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മാത്രമല്ല ഇതിനോടകം തന്നെ ഈ പ്രദേശത്തെ അയച്ചിട്ടുള്ള ആയിരക്കണക്കിന് സൈനികരും മറ്റ് മറൈൻമാരും ഈ അധിക സൈനികർ കൂടി കൂടുതൽ ഒത്തുചേരുകയും ചെയ്യും. അതേപോലെ തന്നെ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ സജീവമാക്കിക്കൊണ്ടാണ് ടെഹ്റാൻ ഏതൊരു അമേരിക്കൻ കര ആക്രമണത്തിന് മറുപടി നൽകുന്നതെന്നതായിരുന്നു ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് എതിരായ ആക്രമണം പുനരാരംഭിക്കാൻ ഹൂതികൾക്ക് നിർദ്ദേശം നൽകുവാനും ഇത് യുദ്ധത്തിൽ ഒരു പുതിയ മുന്നറിയിപ്പായി തന്നെ ഉദ്യോഗസ്ഥനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ പശ്ചിമേഷ്യൻ സംഘർഷമാകട്ടെ ഒരു മാസം പിന്നിടുകയാണ്. മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഭയാനകമായ ഒരു ഘട്ടത്തിലൂടെയാണ് യുദ്ധം കടന്നു പോകുന്നത്. മാത്രമല്ല ഇറാനെ നിലംപരിശാക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു രീതി ഉണ്ടാകാതെ അല്ലെങ്കിൽ അതിനായി തന്നെ തയ്യാറെടുക്കുകയും അതിനുശേഷം മാത്രം അവിടുന്ന് ഒരു അടി തങ്ങൾ അനങ്ങൂ എന്നൊരു വാശിയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇവിടെ നടത്തുന്നത്. അതിന്റെ പ്രതിഫലനം പശ്ചിമേഷ്യയിൽ ആകെ തന്നെ ഇപ്പോൾ അലയടിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണെങ്കിൽ പിന്നെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. ഇനി ഇറാനെ കടലിലൂടെ തന്നെ ആക്രമിക്കാനാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നതും. ഏകദേശം 3500 നാവികരെയാണ് ഇതിനായി തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കടലിൽ വലിയ രീതിയിൽ ഇറാന്റെ കപ്പലുകളെ എല്ലാം തന്നെ ട്രംപ് മുക്കിക്കളയുമെന്നതിലും സംശയമില്ല. ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഏകദേശം 3500 നാവികരും അതായത് മറ്റ് സൈനികരും അടങ്ങുന്ന USS ട്രിപ്പോളി എന്ന ആംബിബിയൻസ് അസോൾട്ട് കപ്പൽ മേഖലയിൽ എത്തിയതായി തന്നെയാണ് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.